ഗൈസ്, ഇനി നമ്മൾ നോക്കുന്നത് ഇഷ്യൂ ഓഫ് ഡിബഞ്ചേഴ്സ് കൺസിഡറേഷൻ അതർ ദാൻ ക്യാഷ് എന്ന് പറഞ്ഞ ടോപ്പിക്കാണ്. ഐ തിങ്ക് ഇത് കഴിഞ്ഞ പ്രാവശ്യം വരെ ക്വസ്റ്റ്യനിലുണ്ടായിരുന്നു. ഒരു വിവേക് ലിമിറ്റഡിൻ്റെ ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത്യാവശ്യം നല്ല ഇമ്പോർട്ടൻ്റ് ആയുള്ള ഒരു ക്വസ്റ്റ്യൻസാണ്. ഇതൊന്നും നോക്കണ്ട കേട്ടോ, ഇതൊക്കെ ഇങ്ങനെ നോക്കണ്ട. അപ്പോൾ ഇഷ്യൂ ഓഫ് ഡിബഞ്ചേഴ്സ് കൺസിഡറേഷൻ അതർ ദാൻ ക്യാഷ് എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ അസറ്റ് വാങ്ങിക്കുക, അതിന് പകരം ക്യാഷ് കൊടുക്കുക. അപ്പോൾ ഓഫ് കോഴ്സ് അസറ്റ് വാങ്ങിക്കുമ്പോൾ നമ്മൾ കൺസിഡറേഷൻ, ഒരു ലോഫുൾ കൺസിഡറേഷൻ അതിന് കൊടുക്കണമല്ലോ. അപ്പോൾ അതിന് ആ ഒരു ക്യാഷിന് പകരം ഡിബഞ്ചേഴ്സ് ഇഷ്യൂ ചെയ്യുക. അതിനെയാണ് എന്ത് പറയുന്നത്, ഇഷ്യൂ ഓഫ് ഡിബഞ്ചേഴ്സ് കൺസിഡറേഷൻ അതർ ദാൻ ക്യാഷ് എന്ന് പറയാം. അസറ്റ് വാങ്ങിക്കുന്നു, ക്യാഷ് കൊടുക്കുന്നതിന് പകരം ഡിബഞ്ചേഴ്സ് ഇഷ്യൂ ചെയ്യുന്നു. അതിനെയാണ് എന്ത് പറയുന്നത്, ഇഷ്യൂ ഓഫ് ഡിബഞ്ചേഴ്സ് കൺസിഡറേഷൻ അതർ ദാൻ ക്യാഷ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ജേണൽ എൻട്രിയാണ് കേട്ടോ ഈ വരുന്നത്. അതിൽ ഫസ്റ്റ് ഓൺ പർച്ചേസ് ഓഫ് അസറ്റ് പർച്ചേസ് ചെയ്യുമ്പോൾ എന്ത് വരും, സെൻട്രി അസറ്റ് അക്കൗണ്ട് ഡെപ്റ്റർ ടു വെൻഡേഴ്സ് എന്ന് പറഞ്ഞാൽ ആരുടെ കയ്യിൽ നിന്നാണോ നമ്മളത് വാങ്ങിക്കുന്നത് അവരുടെ, അതാണ് അത് പറയുന്നത്. ഓക്കെ, സെൻട്രി അസറ്റ് അക്കൗണ്ട് ഡെപ്റ്റർ ടു വെൻഡേഴ്സ്. പിന്നെ പറയുന്നതാണ് ഇഷ്യൂ ഓഫ് ഡിബഞ്ചേഴ്സ്, അത് പാറിലാണോ പ്രീമിയത്തിലാണോ ഡിസ്കൗണ്ടിലാണോ ഇഷ്യൂ ചെയ്യുന്നത്, ആ ഒരു ഇതാണ് ഇത് പറയുന്നത്. മറ്റ് പാറിലാണെങ്കിൽ വെൻഡേഴ്സ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ഡിബഞ്ചേഴ്സ്, പ്രീമിയം ആണെന്നുണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞു അത് ക്രെഡിറ്റ് ചെയ്യണം. വെൻഡേഴ്സ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ഡിബഞ്ചേഴ്സ് ടു സെക്യൂരിറ്റീസ് പ്രീമിയം റിസർവ് അക്കൗണ്ട്. അറ്റ് ഡിസ്കൗണ്ടിലാണെന്നുണ്ടെങ്കിൽ വെൻഡേഴ്സ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ഡിസ്കൗണ്ട് ഓൺ ഇഷ്യൂ ഓഫ് ഡിബഞ്ചേഴ്സ് ടു ഡിബഞ്ചേഴ്സ് അക്കൗണ്ട്. അതാണ് എന്ത് പറയുന്നത്, ഇഷ്യൂ ഓഫ് ഡിബഞ്ചേഴ്സ് കൺസിഡറേഷൻ അതർ ദാൻ ക്യാഷ് എന്ന് പറയുന്നത്. അപ്പോൾ കൺസിഡറേഷൻ എന്ന അസറ്റ് വാങ്ങിക്കുക, ക്യാഷ് കൊടുക്കുന്നതിന് പകരം ഡിബഞ്ചേഴ്സ് ഇഷ്യൂ ചെയ്യുക. അപ്പോൾ ആദ്യം നമ്മൾ ഇത് എല്ലാ ഇതിലും ഉണ്ടായിരിക്കും. ഇതൊരു മെയിൻ ആയിട്ടുള്ള ഒരു ഇതാണ് എന്ത് പറയുന്നത്, എന്തായാലും മസ്റ്റ് അല്ല ഈ ഒരു ക്വസ്റ്റ്യനാണ് വരുന്നതെന്നുണ്ടെങ്കിൽ ഇത് ആദ്യം എഴുതണം. സെൻട്രി അസറ്റ് അക്കൗണ്ട് ഡെപ്റ്റർ ടു വെൻഡേഴ്സ്, ഇവിടെ എഴുതുമ്പോൾ മേ ബി അസറ്റ് ആരാണോ, ഇപ്പോൾ എന്താ മെഷീനറി ആണോ അതല്ല വേറെ എന്തെങ്കിലും ആണെന്നുണ്ടെങ്കിൽ മേ ബി അതിൻ്റെ ബിൽഡിംഗ് ആണോ അതിൻ്റെ പേര്, ബിൽഡിംഗ് അക്കൗണ്ട് ഡെപ്റ്റർ ടു വെൻഡേഴ്സ് എന്ന് പറയുമ്പോൾ ആരുടെ കയ്യിൽ നിന്നാണോ വാങ്ങിച്ചത് അവരുടെ പേര് എഴുതിയാൽ മതി. ഓൺ ഇഷ്യൂ ഓഫ് ഡിബഞ്ചേഴ്സ് അറ്റ് പാറ് വെൻഡേഴ്സ് അക്കൗണ്ട് ഡെപ്റ്റർ ടു, ഈ സെയിം പേര് കണ്ടെടുത്ത് എഴുതുക. വെൻഡേഴ്സ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ഡിബഞ്ചേഴ്സ് അക്കൗണ്ട് പാറ്. പ്രീമിയം ആണെന്നുണ്ടെങ്കിൽ അങ്ങനെ എഴുതുക, ഡിസ്കൗണ്ട് ആണെങ്കിൽ ഇങ്ങനെ എഴുതുക. പ്രീമിയം ആണെങ്കിലും ഡിസ്കൗണ്ട് ആണെങ്കിലും ഡെബിറ്റും ക്രെഡിറ്റും ചെയ്യാൻ മറക്കരുത്. പ്രീമിയം ആണെന്നുണ്ടെങ്കിൽ ക്രെഡിറ്റ് ചെയ്യുക, ഡിസ്കൗണ്ട് ആണെങ്കിൽ ഡെബിറ്റ് ചെയ്യുക. അതിനൊരു ട്രിക്ക് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. ഡിസ്കൗണ്ടിൽ ഡി അല്ലേ, ഡെബിറ്റ് ചെയ്യുക, അപ്പോൾ ഡി അല്ലേ, ആ ഒരു ട്രിക്ക് ഓർത്തിരുന്നാൽ മതി. അതാവുമ്പോൾ നമുക്ക് ലൈക്ക് ഞാനൊക്കെ അങ്ങനെയാണത് പിക്കപ്പ് മനസ്സിലാക്കിയെടുത്തത് കേട്ടോ, അതാണ് ഞാൻ പറയാൻ കാരണം. ഓക്കെ, നിങ്ങൾക്ക് വേറെ വല്ല ട്രിക്ക് ഉണ്ടെങ്കിൽ ഓഫ് കോഴ്സ് ഞാൻ ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ അതിൽ നമുക്ക് 3 ക്വസ്റ്റ്യൻ ഉണ്ട്. പാറും പ്രീമിയം ഡിസ്കൗണ്ട് വരുന്നത് ഞാൻ ചെയ്തുതരാം കേട്ടോ. അപ്പോൾ പാറിൽ വരുമ്പോൾ ആശീർവാദ് സി ലിമിറ്റഡ് പർച്ചേസ്ഡ് അസറ്റ് ഓഫ് ദി ബുക്സ് വാല്യൂ 2 lakh ഫ്രം ദി അനദർ CM ആൻഡ് agreed to make the payment of purchase consideration by issuing 10% debentures of ₹100 each. അപ്പോൾ ഇവിടെ അവർ വാങ്ങിക്കുന്നത് 2 lakhൻ്റെ ബുക്ക് വാല്യൂ 2 lakh ആണ്. 2000 ഷെയർസ് 100 രൂപ, 2000 ഡിബഞ്ചേഴ്സ് 100 രൂപ വെച്ചിട്ടാണ് അവർ ഇഷ്യൂ ചെയ്യുന്നത്. അപ്പോൾ സെൻട്രി അസറ്റ് അക്കൗണ്ട് ഡെപ്റ്റർ ടു വെൻഡേഴ്സ് എന്ന് പറയുമ്പോൾ 2 lakh വരും. സെൻട്രി അസറ്റ് അക്കൗണ്ട് ഡെപ്റ്റർ ടു വെൻഡേഴ്സ് അത് വരും. പിന്നെ വെൻഡേഴ്സ് അക്കൗണ്ട് ഡെപ്റ്റർ ടു 10% ഡിബഞ്ചേഴ്സ് അക്കൗണ്ട്. അത് ഇതിൻ്റെ ഇടയിൽ നമ്മൾ ഇത് നറേഷൻ എഴുതാൻ മറക്കരുത് കേട്ടോ. അത് ഞാൻ ജസ്റ്റ് ഇവിടെ പർച്ചേസ് അസറ്റ് എന്ന് എഴുതുക, ഇവിടെ ഇഷ്യൂ ഓഫ് ഡിബഞ്ചേഴ്സ് എന്ന് എഴുതിയാൽ മതി. ഓക്കെ, അപ്പോൾ വെൻഡേഴ്സ് അക്കൗണ്ട് ഡെപ്റ്റർ ടു 10% ഡിബഞ്ചേഴ്സ്. ഇതെങ്ങനെയാണ് വന്നത്, ഇത് വന്നത് 2000 × 100. 2000 × 100 ഇത് വരാൻ കാരണം. പിന്നെ സെൻട്രി അസറ്റിൻ്റെ വാല്യൂ ഇവിടെ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടല്ലോ, അതാണ് പാറിൻ്റെ കേസിൽ. ഇനി നെക്സ്റ്റ് പറയുന്നതാണ് പ്രീമിയം. പ്രീമിയത്തിൽ റായ് കമ്പനി ലിമിറ്റഡ് പർച്ചേസ്ഡ് അസറ്റ് ഓഫ് ദി ബുക്ക് വാല്യൂ 2,20,000 ഫ്രം ദി അനദർ കമ്പനി ആൻഡ് അഗ്രീഡ് ടു മേക്ക് പേയ്മെൻറ്റ് ഓഫ് പർച്ചേസ് കൺസിഡറേഷൻ ബൈ ഇഷ്യൂയിങ് 2,010 ഡിബഞ്ചേഴ്സ് ഓഫ് 100 ഈച്ച് അറ്റ് പ്രീമിയം ഓഫ് 10%. അപ്പോൾ ഈ 100 രൂപേൻ്റെ 10% ആണ് നമുക്കിവിടെ പ്രീമിയം ആയിട്ട് തന്നിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ 10% ആണ് നമ്മൾ കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ സെൻട്രി അസറ്റ് അക്കൗണ്ട് ഡെപ്റ്റർ ടു വെൻഡേഴ്സ് എന്ന് പറയുമ്പോൾ 2,20,000 ആണ് എമൗണ്ട് വരുന്നത്. ഇത് ഞാൻ പറഞ്ഞു, ഇത് മെയിൻ ആയിട്ടുള്ള, അതായത് അസറ്റ് വാങ്ങിക്കുന്നത് പാറിലാണെങ്കിലും പ്രീമിയത്തിലാണെങ്കിലും ഡിസ്കൗണ്ടിലാണെങ്കിലും ഇതെന്തായിരിക്കും, ഫസ്റ്റ് ജേണൽ എൻട്രി ആയിരിക്കും. ഇത് ഓർത്ത് വെക്കണം കേട്ടോ. അതുപോലെ തന്നെ ഇനിയിപ്പോൾ പ്രീമിയത്തിലായതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം, പ്രീമിയത്തിൻ്റെ എമൗണ്ട് ക്രെഡിറ്റ് ചെയ്യണം. സോ എങ്ങനെയാണ് വരിക, വെൻഡേഴ്സ് അക്കൗണ്ട് ഡെപ്റ്റർ
വെൻഡേഴ്സ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ഡിബഞ്ചേഴ്സ് അക്കൗണ്ട് ടു സെക്യൂരിറ്റീസ് പ്രീമിയം റിസർവ് അക്കൗണ്ട്. അപ്പോൾ ഈ 100 രൂപേൻ്റെ, അതായത് ഇപ്പോൾ 100 രൂപേൻ്റെ 10% എന്ത് പറയുന്നത്, പ്രീമിയം എമൗണ്ട് എന്ന് പറയുന്നത്. അതായത് 10 രൂപ. അപ്പോൾ 2000 × 10 ഡിവൈഡഡ് ബൈ 2000 × 10 ഈക്വൽ ടു എത്ര വരും? 20,000 വരും. അതാണ് സെക്യൂരിറ്റീസ് പ്രീമിയം റിസർവ് അക്കൗണ്ടിൽ വരുന്നത്. വെൻഡേഴ്സ് അക്കൗണ്ടിൽ ഇവിടെ 2,20,000 ആണല്ലോ. അപ്പോൾ ഡിബഞ്ചേഴ്സ് അക്കൗണ്ട് എന്ന് പറയുന്നത് ഒറിജിനൽ പ്രൈസ് 2,00,000. ഈ 20,000 എങ്ങനെയാണ് കിട്ടിയതെന്ന് മനസ്സിലായിട്ട് അതിന് 2 വഴിയാണുള്ളത്. ഒന്നൊക്കെ എന്ത് ചെയ്യുക, ഇപ്പം ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ 100 രൂപയുടെ × 10 ഡിവൈഡ് ബൈ 100. അപ്പോൾ നമുക്ക് എത്ര കിട്ടും? 10 രൂപ കിട്ടും. ഇതും വെട്ടി ഇതും വെട്ടി അപ്പോൾ നമുക്ക് 10 രൂപ കിട്ടി. കാൽക്കുലേറ്റർ യൂസ് ചെയ്താൽ മതി കേട്ടോ. അത് ഞാൻ ജസ്റ്റ് ഇപ്പോൾ കാൽക്കുലേറ്റർ എടുക്കാനാണ്. അല്ല, അവിടെ എവിടെയോ ആണ്, അതാണ് ഞാൻ അപ്പോൾ നമുക്ക് 10 രൂപ കിട്ടി. ഇത് ഫസ്റ്റത്തെ. അതല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഇതിൻ്റെ 2,00,000 ആണല്ലോ, അല്ല 2,20,000 ആണല്ലോ. അപ്പോൾ അതല്ലാന്നുണ്ടെങ്കിൽ പിന്നെ ഇപ്പോൾ ഇതാ ഇവിടെ നമുക്ക് 2,00,000 ആണല്ലോ ഇവിടെ. 2 ഇങ്ങനെ ചെയ്യുക. 2000 × 10, 2000 ഇഷ്യൂ, 2000 ഡിബഞ്ചേഴ്സാണ് ഇഷ്യൂ ചെയ്യുന്നത് 100 രൂപയ്ക്ക്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? 2,00,000 കിട്ടും. ഈ 2,00,000-ൻ്റെ 10% കണ്ടാലും മതി. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? 20,000 കിട്ടും. ഓക്കെ, അങ്ങനെ വേണമെങ്കിലും ചെയ്യാം. അതല്ല, ഇങ്ങനെ ഇപ്പോൾ ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ 100 രൂപയാണ്, ഇതിപ്പോൾ 100 രൂപയാണ് ഒരു ഷെയറിൻ്റെ ഒരു ഡിബഞ്ചറിൻ്റെ പ്രൈസ് വരുന്നത്. അതിൻ്റെ 10% കാണും. അപ്പോൾ 10 രൂപ, 10 × എത്ര കിട്ടും? 10 × 2000 20,000 കിട്ടും. അതല്ല, ഡയറക്റ്റ് ഇപ്പോൾ 100 × 2000 ചെയ്യുമ്പോൾ 2,00,000 വരും. 2,00,000-ൻ്റെ 10% എന്ന് പറയുന്നത് 20,000 ആണ്. അങ്ങനെ വേണമെങ്കിലും ചെയ്യാം. അതാണ് എന്ത് പറയുന്നത്, പ്രീമിയം. അപ്പോൾ പ്രീമിയം നമ്മൾ ക്രെഡിറ്റ് ചെയ്യണം, ഡിസ്കൗണ്ട് നമ്മൾ ഡെബിറ്റ് ചെയ്യണം. ഈ ക്വസ്റ്റ്യൻ മനസ്സിലായിട്ടുണ്ടാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ നെക്സ്റ്റ് പോവാണ്. ഓക്കെ, അപ്പോൾ ഇനി നെക്സ്റ്റ് പറയുന്നതാണ് ഡിസ്കൗണ്ട്. ഡിസ്കൗണ്ടിൽ പറയുന്ന നോഷണൽ പാക്കേജിംഗ് കമ്പനി പർച്ചേസ്ഡ് അസെറ്റ് ഓഫ് ദി വാല്യൂ ₹1,90,000 ഫ്രം അനദർ കമ്പനി ആൻഡ് അഗ്രീഡ് ടു മേക്ക് ദ പേയ്മെൻറ്റ് ഓഫ് പർച്ചേസ് കൺസിഡറേഷൻ ബൈ ഇഷ്യൂയിങ് 2,000 10% ഡിബഞ്ചേഴ്സ് ഓഫ് ₹100 ഈസ് അറ്റ് ഡിസ്കൗണ്ട് 5%. അതായത് ഇവിടെ സൺഡ്രി അസറ്റിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് 1,90,000 ആണ്. അപ്പോൾ സൺഡ്രി അസറ്റ് അക്കൗണ്ട് ഡെപ്റ്റർ ടു വെൻഡേഴ്സ് 1,90,000 എന്ന് എഴുതുക. പിന്നെ വെൻഡേഴ്സ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ഡിസ്കൗണ്ട് ഓൺ ഇഷ്യൂ ഓഫ് ഡിബഞ്ചേഴ്സ് ടു ഡിബഞ്ചർ അക്കൗണ്ട് 10% ഡിബഞ്ചേഴ്സ് അക്കൗണ്ട് വരും. അങ്ങനെ ആകുമ്പോൾ നമ്മൾ നേരത്തെ പ്രീമിയത്തിൻ്റെ പറഞ്ഞ പോലെ തന്നെ നമുക്ക് ഇതും ചെയ്യാം. അതായത് ഫസ്റ്റ് നമുക്ക് ഇങ്ങനെ ചെയ്യാം. എങ്ങനെ? 2,000 × 100 2,00,000 വരും. 2,00,000-ൻ്റെ 5% എന്ന് പറയുന്നത് 10,000 രൂപയാണ്. അപ്പോൾ നമുക്ക് ഇവിടെ 10,000 ഇട്ടു. അപ്പോൾ 10,000 ഡിസ്കൗണ്ടിൻ്റെ എമൗണ്ട് കിട്ടി. അതല്ല, നമ്മൾ ഇങ്ങനെ പറയുന്ന പോലെ 100-ൻ്റെ 5% കാണുക. 100-ൻ്റെ 5% എന്ന് പറയുമ്പോൾ എത്രയാണ്? 5 രൂപ. അപ്പോൾ 2,000 × 5 എത്ര വരും? 10,000 വരും. അങ്ങനെയും വേണമെങ്കിലും ചെയ്യാം. അപ്പോൾ അങ്ങനെയാണ് നമുക്ക് ഡിസ്കൗണ്ടിൻ്റെ നമുക്ക് ഇതിൻ്റെ എമൗണ്ട് കാണാമെന്നുള്ളത് ഞാൻ പറയുന്നത്. അപ്പോൾ വെൻഡേഴ്സ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ഡിസ്കൗണ്ട് ഓൺ ഇഷ്യൂ ഓഫ് ഡിബഞ്ചേഴ്സ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ഡിബഞ്ചേഴ്സ് അക്കൗണ്ട്. ഓക്കെ, ആദ്യം 1,90,000 ആണ് ഇവിടെ എന്ത് വരുന്നത്, പർച്ചേസ് അസെറ്റ് ചെയ്യുന്നത്. അതാണ് ഇവിടെ എഴുതിയിട്ടുള്ളത് 1,90,000. അത് കഴിഞ്ഞിട്ട് പിന്നെ അത് ഇഷ്യൂ ചെയ്യുന്നത് എങ്ങനെയാണ്? ഡിസ്കൗണ്ടിലാണ് അത് ഇഷ്യൂ ചെയ്യുന്നത്. ഡിസ്കൗണ്ടിൽ ഇഷ്യൂ ചെയ്യാന്ന് പറയുമ്പോൾ എത്ര പെർസെൻറ്റേജിലാണ്? 5%-ലാണ് അത് ഇഷ്യൂ ചെയ്യുന്നത്. അപ്പോൾ വെൻഡേഴ്സ് അക്കൗണ്ട് എന്ന് പറയുമ്പോൾ എത്രയാണ്? 1,90,000 ആണ് അത് ഇഷ്യൂ ചെയ്യുന്നത്. ഡിസ്കൗണ്ടിലാണ്, വില കുറഞ്ഞിട്ടാണ് അവർക്ക് നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ ഡിസ്കൗണ്ട് ഓൺ ഇഷ്യൂ ഓഫ് ഡിബഞ്ചേഴ്സ് അക്കൗണ്ട് 10. അപ്പോൾ ഇത് കിട്ടുന്ന രീതിയാണ് നമ്മൾ നേരത്തെ പറഞ്ഞത്. ഒന്നൊക്കെ 100 × 2,000. അപ്പോൾ നമുക്ക് എത്ര കിട്ടും? 2,00,000 കിട്ടും. 2,00,000-ൻ്റെ 5% കാണാം, 10,000 കിട്ടും. അതല്ലാന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക? ഈ 100-ൻ്റെ 5% കാണാം. 100-ൻ്റെ 5% എന്ന് പറയുന്നത് 5 രൂപയാണ്. അപ്പോൾ 5 × 2,000. അപ്പോൾ നമുക്ക് എത്ര കിട്ടും? 10,000 കിട്ടും. അതും ഇങ്ങനെ ചെയ്യും. എന്നിട്ട് ഇത് രണ്ടും കൂടെ ടോട്ടൽ ചെയ്തിട്ട് ഡിബഞ്ചേഴ്സ് അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് ഇങ്ങോട്ട് എഴുതാം. ഓക്കെ, അതാണ് ഇതിൽ വരുന്നത്. ഇത് ഞാൻ വീഡിയോ ലെങ്ത് ആവുന്നുണ്ട്, അപ്പോൾ എനിക്ക് അപ്ലോഡ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. അപ്പം ഞാൻ
നെക്സ്റ്റ് വീഡിയോ ഡീറ്റെയിൽ ആയിട്ട് ചെയ്തുതരാം. അതുപോലെ തന്നെ ഒരു വിവേക് ലിമിറ്റഡിൻ്റെ ക്വസ്റ്റ്യൻ ഉണ്ട്, അതും അത് കണ്ടിന്യൂസ് ആയിട്ട് ക്വസ്റ്റ്യൻ വരുന്നതാണ്. കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായിരുന്നു, ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാം. 5 മാർക്സ് ഷുവറാണ് ആ ക്വസ്റ്റ്യൻ വന്നാൽ, അല്ലെങ്കിൽ അതുപോലെയുള്ള സെയിം ക്വസ്റ്റ്യൻ വന്നാൽ. പിന്നെ ഞാൻ റിപ്പീറ്റായിട്ട് പറയുകയാണ്, തിയറി പഠിക്കാണ്ട് പോകരുത്. ഞാൻ ഈ ചാനലിൽ തന്നെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് തിയറീസ്, എല്ലാ മൊഡ്യൂളിൻ്റെയും. അപ്പോൾ നിങ്ങളെല്ലാവരും അത് കാണണം. കാരണം തിയറി മസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, എന്തായാലും വരും. പ്രോബ്ലം മേ ബി നമുക്ക് വരണം എന്ന് അത്ര ഉറപ്പൊന്നുമില്ല, പക്ഷേ തിയറി 100% ഞാൻ ഷുവർ പറയണം എല്ലാ ക്വസ്റ്റ്യൻസും വരും. പിന്നെ കാണാണ്ട് പഠിക്കുകയും ചെയ്യരുത്, എല്ലതും മനസ്സിലാക്കി വെക്കാൻ റിപ്പീറ്റായിട്ട് പിന്നെയും പറയാം. കാരണം കാണാണ്ട് പഠിച്ച് പോയാൽ അവിടെ എത്തിയാൽ നമുക്ക് എഴുതാൻ കഴിയില്ല. അതുകൊണ്ട് കാണാണ്ട് പഠിക്കരുത്. മനസ്സിൽ ജസ്റ്റ് ഒരു 1-2 തവണ അങ്ങനെ എഴുതി വെച്ചതോ, അല്ലെങ്കിൽ ഞാൻ കണ്ട വീഡിയോ ഉണ്ടെങ്കിൽ ഇങ്ങനെ മനസ്സിലാക്കി വെക്കുക. എന്നിട്ട് അത് അതുപോലെ തന്നെ അവിടെ പോയിട്ട് എഴുതുക. അല്ലാണ്ട് കാണാണ്ട് പഠിച്ച് പോയാൽ മേ ബി കാണാണ്ട് പഠിക്കാൻ സ്കില്ലുള്ള പിള്ളേരുണ്ടാവും, അവരിരുന്ന് പഠിച്ചോട്ടെ. അല്ലാണ്ട് കാണാണ്ട് പഠിച്ച് പോയാൽ ഒന്നും കിട്ടില്ല. പിന്നെ പ്രത്യേകിച്ച് ഇംഗ്ലീഷാണ്, മേ ബി മലയാളം മീഡിയം ഒക്കെ പഠിച്ച പിള്ളേർ ഇത്രയും കാലം മലയാളം മീഡിയം പഠിച്ചിട്ട് പെട്ടെന്ന് ഇംഗ്ലീഷ് മീഡിയത്തേക്ക് വന്നിട്ട് അത് അക്സെപ്റ്റ് ചെയ്യാൻ ഇതുവരെ പറ്റാത്ത കുറേ പിള്ളേരുണ്ടായിരിക്കും. അപ്പോൾ അവർക്കൊക്കെ വലിയ ബുദ്ധിമുട്ട്. കാരണം എനിക്കറിയാം സിറ്റുവേഷൻ എങ്ങനെയാണ്, ഫ്രണ്ട്സൊക്കെ കാണുമ്പോൾ നമുക്കറിയുന്നതാണത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് കാണാണ്ട് പഠിക്കുകയും ചെയ്യരുത്. പിന്നെ തിയറി പ്രോബ്ലം ഒന്നും അറിയില്ലെങ്കിലും ടെൻഷൻ ആവണ്ട. മേ ബി പ്രോബ്ലത്തിനേക്കാളും കൂടുതൽ വരുന്ന തിയറി ആയിരിക്കും. 50-50 ആണ് വരേണ്ടത്. പക്ഷേ ക്വസ്റ്റ്യൻ കാണുമ്പോൾ മേ ബി കൂടുതലുണ്ടായിരിക്കും തിയറി ആയിരിക്കും. തിയറി നന്നായിട്ട് പഠിക്കുക. ഞാൻ ആ വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് ഇവിടേക്ക് എന്തൊക്കെയാണ് നോക്കേണ്ടതെന്നൊക്കെ. അതുപോലെ തന്നെ എന്താണ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് ബോർഡ്, IFR എന്നൊക്കെ പറഞ്ഞ് കുറേ ടേമൊക്കെ ഉണ്ട്. അതൊക്കെ എന്തായാലും ക്വസ്റ്റ്യൻ വരുന്നതാണ്. അതൊന്നും പഠിക്കാണ്ട് പോകരുത് കേട്ടോ. ഓക്കെ, താങ്ക് യു.